ഒരിടത്തൊരിടത്തൊരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ വയസ്സായി മെലിഞ്ഞൊരു കഴുതയും ഉണ്ടായിരുന്നു. പകല് മുഴുവൻ എല്ല് മുറിയ കഴുത പണിയെടുക്കും. രാത്രിയിൽ അങ്ങനെ അലഞ്ഞു നടക്കും. ഒരു ദിവസം കഴുത ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു കുറുനരിയെ കണ്ടു. ഈ നേരത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് കുറുനരി കഴുതയോട് ചോദിച്ചു. ഞാൻ ഭക്ഷണം തേടി അലയുകയാണ്. കഴുത കുറുനരിയോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ച് കുറുക്കൻ കഴുതയോട് കൂടെ നടന്നു. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായി മാറി. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം തേടുവാനും തുടങ്ങി. ഒരു ദിവസം രാത്രി അവിടെയുള്ളൊരു പച്ചക്കറിത്തോട്ടത്തിൽ നിറയെ വെള്ളരിക്കായകൾ നിൽക്കുന്നത് കണ്ടു. രണ്ടുപേരും വയറ് നിറച്ചു കഴിച്ചു. ഇത് അവരൊരു പതിവാക്കി മാറ്റി. അങ്ങനെ സ്ഥിരം കഴിച്ച് കഴിച്ച് രണ്ടുപേരും നല്ല തടിമാടന്മാരായി. ഒരു ദിവസം രാത്രി രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കഴുത പറഞ്ഞു, ഈ പൂർണ്ണചന്ദ്രനെയും മിന്നുന്ന നക്ഷത്രങ്ങളെയും എല്ലാം കാണാൻ എന്തൊരു ഭംഗിയാ അല്ലേ? എനിക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നു. കുറുനരി പറഞ്ഞു, ഇപ്പൊ നീ പാട്ടൊന്നും പാടല്ലേ, വെറുതെ ആപത്തിന് വിളിച്ചു വരുത്തരുത്. നിന്റെ പാട്ടെങ്ങാനും കേട്ട് ഈ തോട്ടത്തിന്റെ മുതലാളി എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ, നമ്മളെ കണ്ടാൽ വല്ല കട്ടയോ കല്ലോ എന്തെങ്കിലും എടുത്ത് നമ്മളെ വീക്കും. അത് മാത്രല്ല, നിന്റെ ഈ കർണകടോരമായ ശബ്ദം കേൾക്കാൻ എനിക്ക് വയ്യ. നിനക്കേ എന്നോട് അസൂയാണെന്ന് എനിക്കറിയാം. ഇതും പറഞ്ഞ് കഴുത ദാ പാട്ട് പാടാനും തുടങ്ങി. ഇതാകെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയ കുറുനരി ഓടിപ്പോയി ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. ഇത് കേട്ട പച്ചക്കറിത്തോട്ടത്തിന്റെ മുതലാളി ഒരു വലിയ വടിയുമെടുത്ത് കഴുതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കഴുത ഇതൊന്നും കാണാതെ പാടിക്കൊണ്ടേയിരുന്നു. തോട്ടക്കാരൻ കഴുത താഴെ വീഴുന്നത് വരെ തലങ്ങും വലങ്ങും വല്ലാതെ അടിച്ചു. പിന്നീട് ഒരു വലിയ കല്ലെടുത്ത് അതിന്റെ കഴുത്തിൽ കെട്ടിയിട്ട് അയാള് പോയി. ഈ സമയം പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന നമ്മുടെ കുറുനരി പതിയെ കഴുതയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കളിയാക്കി ചോദിച്ചു, നിന്റെ മധുരമായ പാട്ട് കേട്ട് അദ്ദേഹം നിനക്ക് മെഡലും കപ്പുമെല്ലാം തന്നല്ലേ? നീ പറഞ്ഞത് മര്യാദയ്ക്ക് കേട്ടാ മതിയായിരുന്നു. വല്ലാത്ത തെറ്റായി പോയി. ഇതും പറഞ്ഞ് അപമാനിതനായ കഴുത തിരിച്ചുപോയി. നല്ല സുഹൃത്ത് നമ്മെ ഉപദേശിച്ചാൽ ഉപദേശം നമ്മൾ നല്ല രീതിയിൽ എടുത്തുകൊള്ളണം.